നമസ്കാരം. ശ്രീകലാ നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പഞ്ചനടയിലെ ഒന്നാമത്തെ സ്റ്റെപ്പായ തക്കിട്ടയെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചനടയിലെ രണ്ടാമത്തെ സ്റ്റെപ്പായ തക്കധിമിയെ കുറിച്ചാണ്. തക്കിട്ടയിൽ 3 സ്റ്റെപ്പാണ് വരുന്നതെങ്കിൽ തക്കധിമിയിൽ 4 സ്റ്റെപ്പാണ് വരുന്നത്. തക്കിട്ട നന്നായി പ്രാക്ടീസ് ചെയ്തവർക്ക് തക്കധിമി ചെയ്യാൻ വളരെ എളുപ്പമാണ്. തക്കിട്ട അടവിൽ ഒരു സ്റ്റെപ്പും കൂടി ആഡ് ചെയ്താൽ അത് തക്കധിമിയായി. തക്കധിമി അതുകൊണ്ടാണ് ചതുരസ്രം എന്ന് പറയുന്നത്. ഇനി തക്കധിമിയിൽ 2 മുദ്രകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ മുദ്ര കടകാമുഖം. കടകാമുഖം എന്ന് പറയുമ്പോൾ നൃത്താരംഭത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുദ്രയാണ് കടകാമുഖം. തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ച് മോതിരവിരലും ചെറുവിരലും നിവർത്തി പിടിച്ചാൽ അത് കടകാമുഖമായി. അടുത്തതായി ഉപയോഗിക്കുന്ന മുദ്ര അളപത്മമാണ്. ഓരോ വിരലും ഓരോ ഡയറക്ഷനിലാണ് അളപത്മത്തിൽ നിൽക്കുന്നത്. ഈ 2 മുദ്രകളാണ് നമ്മൾ തക്കധിമിയിൽ ഉപയോഗിക്കുന്നത്. ഇനി തക്കധിമിയിലെ കാലുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് കാലും ഇരു സൈഡിലേക്ക് നീട്ടിവെച്ച് ആദ്യം വലത് കാലിൽ 1 2, ഇനി ഇടത് കാലിൽ 3 4, 1 2 3 4, ത ക ധി മി, ത ക ധി മി, ത ക ധി മി. ഇനി തക്കധിമിയുടെ കാല് ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ത ക ധി മി, ത ക ധി മി, ത ക ധി മി. ഇനി തക്കധിമിയിലെ രണ്ടാം കാലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് തക്ക ധി മി, തക്ക ധി മി, തക്ക ധി മി. അടുത്തതായി തക്കധിമിയിലെ മൂന്നാം കാലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് തക്ക ധി മി, തക്ക ധി മി, തക്ക ധി മി, തക്ക ധി മി. ഇനി തക്കധിമിയിലെ കൈകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇരു കൈയും നെഞ്ചിൽ കടകാമുഖം പിടിച്ച് 2 സൈഡിലേക്കും അളപത്മഹസ്തത്തിൽ ഇതുപോലെ പിടിക്കണം. വലത് കാല് ചവിട്ടുമ്പോൾ വലത് കൈയിലേക്ക് നോക്കുക. ത ക. ഇടത് കാല് കുത്തുമ്പോൾ ഇരു കൈയിലും കടകമുദ്ര പിടിച്ച് ഇടത് കൈയിലേക്ക് നോക്കുക. ധി മി, ത ക ധി മി, ത ക ധി മി. ഇനി തക്കധിമിയിലെ കൈയും കാലും ഒരുമിച്ച് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് ഇരു കൈയിലും കടകാമുഖ മുദ്ര പിടിച്ച് അതിനുശേഷം ഇരു കൈയിലും അളപത്മം 2 വശങ്ങളിലേക്കായി പിടിച്ച് ത ക ധി മി, ത ക ധി മി, ത ക ധി മി,
ത ക ധീ മി. ഇനി തക്കധിമി ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ത ക ധീ മി. ത ക ധീ മി. ത ക ധീ മി. ത ക ധീ മി. തക്കധിമി രണ്ടാം കാലം. അരമണ്ഡലത്തിലിരുന്ന് ത ക ധീ മി. 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 തക്കധിമി മൂന്നാം കാലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തക്ക ധീമി. അടുത്ത ക്ലാസ്സിൽ പഞ്ചനടയിലെ മൂന്നാമത്തെ അടവായ തക്ക തക്കിട്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.